ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ അടിച്ചതിന് ശേഷം നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കണം. അപ്പൊ നയനെ കാണാൻ വേണ്ടി ദേവയാനിയും അതുപോലെ മുത്തശ്ശിയും കൂടെ വന്നിരിക്കുകയാണ്. അപ്പൊ നയനോട് വിശേഷമൊക്കെ തിരക്കി. ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ലാന്ന് കേട്ട് കഴിഞ്ഞ ഉടനെ തന്നെ മുത്തശ്ശി പറഞ്ഞു, ദേ നയനമോളെ പോലെ തന്നെ ഒരു പാവം കൊച്ചാണെന്ന് തോന്നുന്നു. അതാണ് ദേ നിനക്ക് പ്രശ്നമൊന്നുമില്ലാതെ നീ ഇപ്പം നല്ല രീതിയിൽ നിൽക്കുന്നത്. കാരണം അങ്ങനെ വഴക്കാളി കൊച്ചൊക്കെ ആണെങ്കിൽ ഇപ്പൊ നീ ക്ഷീണമായിട്ട് അവശതയിൽ ഇവിടെ ഇരുന്നേനെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറഞ്ഞു, ഇനിയിപ്പൊ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും മോള് പറയത്തില്ലല്ലോ അമ്മേ. അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാന്ന് മോളെ കണ്ടാൽ തന്നെ അറിയാലോ ദേവയാനി, പിന്നെ എന്തിനാ പേടിക്കുന്നത്? ദേ കണ്ണൊക്കെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് കണ്ണൊക്കെ ഇങ്ങനെ വിടർത്തി നോക്കുകയാണ്. എന്നിട്ട് നമ്മുടെ മുത്തശ്ശി പറഞ്ഞു, നല്ല രക്തപ്രസാദമൊക്കെ ഉണ്ട് കേട്ടോ. എങ്ങനെ ഇല്ലാതിരിക്കും? അങ്ങനെയല്ലേ ഇടവിട്ട് എലിസബത്ത് ആന്റി എന്നെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുന്നത്. അതുകൊണ്ടല്ലേ അങ്ങനെ ഒരാളെ തന്നെ മോൾക്ക് കൂട്ടായിട്ട് അദ്ദേഹം ഇങ്ങോട്ടേക്ക് അയച്ചത്. അപ്പം നമ്മുടെ ദേവയാനിയും നയനിയും ഒന്ന് പരസ്പരം നോക്കിയിട്ട് ദേവയാനി ചോദിച്ചു, അദ്ദേഹമോ? ഏത് അദ്ദേഹം? എന്താ അമ്മ പറഞ്ഞത്? ഓ, ദാമു. ഓഹോ, ദാമുവിനോട് ഇത്രയൊക്കെ ബഹുമാനം വേണോ? അദ്ദേഹം എന്നൊക്കെ സാധാരണ അമ്മ അദ്ദേഹം എന്നൊക്കെ വിളിക്കുന്നത് അച്ഛനെയല്ലേ. അത് പിന്നെ മോളെ നോക്കാൻ എലിസബത്തിനെ കൊണ്ടുവന്നത് കൊണ്ട് എനിക്കിപ്പം നമ്മുടെ ദാമുവിനോടെ വലിയ ബഹുമാനമാ. മോളുടെ കുറച്ച് ഫോട്ടോ എടുത്ത ദേവയാനി. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി ഫോട്ടോ എടുക്കാൻ വേണ്ടി തുടങ്ങണോ? അപ്പൊ ദേവയാനി പറഞ്ഞു, അല്ല ദേവയാനി അല്ല നയന് പറഞ്ഞു, മുത്തശ്ശി എന്റെ ഒരുപാട് ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ ഇപ്പം. അത് പിന്നെ ദേ മോളുടെ ഈ സമയത്തുണ്ടാകുന്ന ഓരോ മാറ്റവും മൊബൈലിൽ പകർത്തണം. അതൊക്കെ പിന്നീട് എടുത്ത് നമുക്ക് കാണാൻ പറ്റൂലോ. അതുകൊണ്ടാ ദേ മോൾ അങ്ങോട്ടേക്ക് നിൽക്കാൻ പറഞ്ഞു ദേവയാനി. അങ്ങനെ ദേവയാനി പറഞ്ഞു ചിരിക്കാൻ പറഞ്ഞപ്പോ നമ്മുടെ നയനെ ചിരിച്ചു. എന്നിട്ട് ഒരു അടിപൊളി ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. മാത്രമല്ല മുത്തശ്ശി പറഞ്ഞു, ഞാനും മോളും കൂടെ നിൽക്കുന്ന ഫോട്ടോ വേണമെന്ന്. അപ്പോഴത്തേക്കും മുത്തശ്ശി മോള് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മുടെ നയന് മനസ്സിൽ വിചാരിക്കുക, എന്തോ മാറ്റം മുത്തശ്ശിക്ക് ഉണ്ടല്ലോ. അപ്പൊ ദേവേനി പറഞ്ഞു, അതെ, അമ്മയുടെ പ്രായമുള്ള ആൾക്കാർക്ക് മൊബൈൽ അഡീഷൻ വന്നു കഴിഞ്ഞാലേ പിന്നെ അത് ഇല്ലാതെ പറ്റത്തില്ല. ഓ, എനിക്കങ്ങനെ അഡീഷൻ ഒന്നുമില്ല. ആര് പറഞ്ഞു ഇല്ലെന്ന്? അന്നേ അമ്മ 3-ാം മാസത്തിലെ ചടങ്ങിന് വന്നപ്പോ എന്തുമാത്രം ഫോട്ടോയും വീഡിയോയും എടുത്തത് ഞാൻ കണ്ടതല്ലേ. അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുക ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിയിട്ട്. ഈ കാണുന്ന കൂട്ടത്തിലെ അച്ഛനെയും കാണിക്കുന്നുണ്ടോ? ആ, അത് പിന്നെ അദ്ദേഹത്തിന് ഞാൻ കാണിക്കുന്നൊന്നുമില്ല. കാണിച്ചാൽ അദ്ദേഹം വല്ലതും നോക്കുവോ? എന്നാലും ഞാൻ കാണിക്കാൻ ശ്രമിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ എന്നോട് മാറ്റിക്കൊണ്ട് പോകാൻ പറഞ്ഞ് ചൂടായിട്ട് ദേഷ്യപ്പെടും. മോളെ കാണുന്നതിനുള്ള ദേഷ്യമല്ല, ആദർശിനോടാ അദ്ദേഹത്തിന്റെ ദേഷ്യം മുഴുവനും. അപ്പൊ നമ്മുടെ ദേവയാനി പറഞ്ഞു, ആയിക്കോട്ടെ. അല്ല മോളെ, അവന്റെ അന്വേഷണം എവിടം വരെയായി? ഏതോ ഒരു അജ്ഞാനത്തിന് നമ്മളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടമ്മേ. മുത്തച്ഛൻ പറഞ്ഞതുപോലെ മറഞ്ഞിരിക്കുന്ന ഒരു ശത്രു, അതാരാണെന്ന് കണ്ടുപിടിക്കണം. പക്ഷെ ഇതുവരെ നമുക്ക് അതാരാണെന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശി പറഞ്ഞു, അദ്ദേഹവും പറയുന്നത് അങ്ങനെ തന്നെ. മൂർത്തി ജ്വല്ലറിയോട് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിനോട് ശത്രുതയുള്ള ആരോ ഇതിനൊക്കെ പിന്നിലെന്ന ഏത് നേരവും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനി ആരാണോ എന്തോ, ആർക്കറിയാം. ദുഷ്മൻ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങ് പോയി. ഈ സമയത്ത് നമ്മുടെ ദേവയാനി നയനോട് പറഞ്ഞ എല്ലാ പ്രശ്നവും പെട്ടെന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു മോളെ. കഴിഞ്ഞ മാസത്തെ സെയിലിന്റെ കണക്കൊന്നും വന്നിട്ടില്ല. ഇനി എന്താകുമോ എന്തോ അറിയത്തില്ല. അത് പിന്നെ ഇത്തവണ നോക്കണ്ടമ്മേ. ഈ പ്രാവശ്യം മിക്കവാറും എയും ജ്വല്ലറിക്ക് പിന്നിലേക്ക് നമ്മൾ പോകത്തുള്ളൂ. അത് ഉറപ്പായ കാര്യം തന്നെയാ. അതുകൊണ്ട് അത് മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയനി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുത്തശ്ശന്റെ അടുത്തേക്ക് മുത്തശ്ശി പോയി സീനുകളും അതുപോലെ ഫോട്ടോകളും ഒക്കെ ഇങ്ങനെ പകർത്തി കൊടുക്കുകയാണ്. അങ്ങനെ മുത്തശ്ശൻ അത് കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ. അല്ലെ, അടുത്ത് പോയല്ല കേട്ടോ കൊടുക്കുന്നത്, മെസ്സേജ് അയച്ച് വിടുകയാണ് ചെയ്തത് കേട്ടോ വാട്സപ്പില്. അപ്പൊ മുത്തശ്ശൻ പെട്ടെന്ന് വിളിച്ചു മുത്തശ്ശിനെ. അപ്പൊ മുത്തശ്ശി ചോദിച്ചു, കണ്ടോ? കണ്ടു. ആ എലിസബത്ത് വന്നതിന് ശേഷം മോള് കുറച്ച് നന്നായിട്ടുണ്ടല്ലേ? പിന്നെ ഇപ്പൊ മുഖത്തൊക്കെ രക്തപ്രസാദം കൂടിയിട്ടുണ്ട്. അവര് വന്നിട്ട് പലഹാരമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയോ? തുടങ്ങിയെന്നേ. അതിന്റെ മണമൊക്കെ പുറത്തൊക്കെ കിട്ടുന്നുണ്ട്. അതാണ് അവരുടെ പലഹാരത്തിന്റെ ഒരു പ്രത്യേകത. ആ മണം മൂക്കിൽ അടിക്കുമ്പോ തന്നെ കഴിക്കാനായിട്ട് തോന്നും. ഇതൊക്കെ ഇദ്ദേഹം ചെയ്യുന്നതെന്ന് മോൾക്കറിയില്ലല്ലോ. ആരെ അറിയിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളൊന്നും ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ട് തന്നെയാ. പിന്നെ ആരോഗ്യമുള്ളൊരു പേരക്കുട്ടി വേണം നമുക്ക്. നമുക്ക് ഈ സമയത്ത് എന്തൊക്കെ കൊടുക്കാമോ അതൊക്കെ കൊടുക്കണം. എന്നാലേ ആരോഗ്യമുള്ളൊരു പേരക്കുട്ടി ഉണ്ടാകത്തുള്ളൂ. നമുക്ക് ഇഷ്ടം ഉണ്ടായിട്ടാണോ ആദർശനൊപ്പം മോളെ വിട്ടത്? അതാണ് മോളുടെ മനസ്സമാധാനം എന്നറിഞ്ഞിട്ടല്ലേ നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പൊ പിന്നെ പേടിക്കാനൊന്നും ഇല്ലടോ എന്ന് പറയാം. ഈ സമയത്ത് മുത്തശ്ശി ഫോൺ വിളിക്കുന്നത് നമ്മുടെ നയനമോള് നോക്കുകയാണ് കേട്ടോ.
അപ്പൊ മുത്തശ്ശി പറഞ്ഞു ദേ മോള് വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് പെട്ടെന്ന് വെപ്രാളത്തോടു കൂടി കട്ട് ചെയ്തു. അപ്പൊ നമ്മുടെ നയന വന്നിട്ട് മുത്തശ്ശി ആരെയാ വിളിച്ചത്? അതെ, ഒന്നും പറയണ്ട മോളെ, മോളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാലേ അനിയത്തിയുടെ കൊച്ചുമോൻ വിളിക്കും. എന്നാ ഈ അനിയത്തിയുടെ മോൻ കൊച്ചുമോൻ വിളിക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ ഫോണ് തരാത്ത എന്താ? അതെ, അവനെ ഭയങ്കര നാണക്കാരനാന്നേ. മോള് വരുന്നെന്ന് പറഞ്ഞപ്പോ തന്നെ കോൾ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. ഉം എന്താ മൂളുന്നത്? സത്യാന്നേ. ദേ അവിടുന്ന് പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്നാ ഞാൻ ആദ്യം കരുതിയത്. അവിടെ വെച്ച് പലഹാരം ഉണ്ടാക്കുന്നത് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ആർക്ക്, മുത്തശ്ശനാണോ? അതേന്നേ, വെറുതെ ഒരു തർക്കത്തിന് എനിക്ക് വയ്യെന്നേ. ഈ വയസ്സാം കാലത്ത് മോളുടെയും ആദർശിന്റെ ഒക്കെ കാര്യം പറഞ്ഞ് വഴക്കിടാൻ എനിക്ക് പറ്റത്തില്ല. അതാ ഞാൻ വഴക്കിടാത്തത്. അല്ല, എന്നോട് മുത്തശ്ശന് ഭയങ്കര ദേഷ്യാണല്ലേ? മോളോട് അത്രയ്ക്കൊന്നുമില്ല. എങ്കിലും ആദർശിന് പിന്നാലെ മോള് വന്നതേ അദ്ദേഹത്തിന് അങ്ങോട്ട് സഹിക്കാൻ പറ്റിയിട്ടില്ല, ഇഷ്ടപ്പെട്ടിട്ടില്ല. അത്രയ്ക്ക് ചെറിയ മനസ്സാണോ മുത്തശ്ശന്റെ? മുത്തശ്ശി, എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നൊന്നുമില്ല. ചെറിയ മനസ്സാണെന്നേ. ഇനി അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്കറിയില്ല. കമ്പനിക്ക് ഒരു തകർച്ച ഉണ്ടായതിൽ പിന്നെ ആകെ മാറിയിരിക്കുക. ഞങ്ങൾ ഒന്നിച്ച് ജീവിതം തുടങ്ങിയതിൽ പിന്നെ അദ്ദേഹത്തിന്റെ ഇങ്ങനെ ഒരു മുഖം ഞാൻ ആദ്യമായിട്ട് കാണുക. എന്തെങ്കിലും ആട്ടെ, എല്ലാം സാവധാനം മാറുമായിരിക്കും. മോള് വാ, വിഷമിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അകത്തേക്ക് പോവാണ്ട്. നയനയ്ക്ക് എന്തൊക്കെയോ ചെറിയ ഡൗട്ടൊക്കെ അടിക്കുന്നുണ്ട്, എന്തോ സംതിങ് റോങ്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യേനെയും അഭിനെയും ആണ് കേട്ടോ. അങ്ങനെ AM ജ്വല്ലറിൽ നവ്യയും നവിയും കൂടെ ചെന്നു. ഏതായാലും അവിടെ കേക്ക് കട്ടിംഗ് ഒക്കെ നടക്കുന്ന ഒരു ഇതാണ്. അപ്പൊ ഡേവിഡ് പറയാണ്, അങ്ങനെ ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാല് ഈ വിഷു നമ്മൾ തൂക്കിന്ന്. അപ്പോഴത്തേക്കും അവിടെ മാളവിക നിപ്പുണ്ടേ. അപ്പൊ ഡേവിഡ് പറഞ്ഞു, അതെ, മൂർത്തീസ് ജ്വല്ലറിനേക്കാളും ഒരുപാട് മുകളിലായി ഇപ്പൊ അവരിപ്പോ നമ്മൾക്ക് ഒരു എതിരാളിയേ അല്ല, 2-3 സ്ഥാനത്ത് വന്നിരിക്കുന്നത്. മറ്റു ജ്വല്ലറിക്കാർ അതുപോലെ മൂർത്തീസ് ജ്വല്ലറി താന്നു പോയി. അറിയാലോ, 1/2 നൂറ്റാണ്ടിന് മുകളിൽ പാരമ്പര്യമുള്ള മൂർത്തീസ് ജ്വല്ലറി മൂക്കുകുത്തി വീണു. അപ്പൊ അവിടെ ഇരിക്കുന്ന എല്ലാവരും കൈകൊട്ടാണ് കേട്ടോ. അവിടെ കുറെ സ്റ്റാഫുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാ ഇനിയിപ്പോ ഞങ്ങൾക്ക് ചടങ്ങ് തുടങ്ങാം, കേക്ക് അങ്ങോട്ട് കട്ട് ചെയ്യാന്ന് പറഞ്ഞ് അവർ ആഘോഷിക്കുകയാണ്. ഏതായാലും ഈ സമയത്ത് നമ്മൾ ഡേവിഡ് പറയാണ്, ഞാൻ ഈ കേക്ക് കട്ട് ചെയ്യുന്നില്ല, ഇതിന് അർഹതയുള്ള ഒരാളുണ്ട്, നമുക്ക് അർഹതയുള്ള ആ ആളെ കൊണ്ട് കേക്ക് കട്ട് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും അഭി പറഞ്ഞു, എന്നാ പിന്നെ നമുക്ക് മാളവികനെ കൊണ്ട് തന്നെ കേക്ക് കട്ട് ചെയ്യിപ്പിക്കാം. മാളവിക നമ്മുടെ തുറുപ്പുചീട്ട്. അഭി പറഞ്ഞത് ശരിയാ, മാളവിക കളക്ഷൻസ് ആണ് ഈ വിഷുവിനെ ശരിക്കും കത്തി പടർന്ന് കയറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്രെഡിറ്റ് മാളവികയ്ക്ക് തന്നെയാണ്. അടുത്ത ഓണത്തിനും അങ്ങനെ തന്നെ ആയിരിക്കണം. മാളവിക ഡിസൈൻസ് കയറണം. ദേ നയന ഡിസൈൻസിനെ ചവിട്ടി താട്ടിയിട്ടാണല്ലോ ഇപ്പൊ മാളവിക ഡിസൈൻസ് മുകളിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ അവി പറഞ്ഞു, നയന കളക്ഷൻസിന്റെ അധികാരി ഇപ്പൊ ഒരു അമ്മയാകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അവളെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അവളിപ്പോ പ്രഗ്നന്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഏതായാലും അവള് പ്രസവിച്ച് വരുന്നതിന് മുമ്പ് തന്നെ ഈ ഫീൽഡ് മുഴുവൻ നമുക്ക് കീഴടക്കണം. അത് പിന്നെ എല്ലാ കാര്യവും ഇതിന്റെ മാനേജരായ നമ്മുടെ അഭി നോക്കിയാൽ മതി. അപ്പോഴത്തേക്ക് ഡേവിഡ് പിന്നെ പറയാണ്, അത് പിന്നെ കേക്ക് മുറിക്കാനേ യോഗ്യത ഇന്നുള്ളത് മാളവികയല്ല. മാളവിക്ക് നിരാശ തോന്നരുത്. എനിക്ക് അങ്ങനെ നിരാശയൊന്നുമില്ല. ഏതായാലും ഈ വിഷുവിന് മുമ്പല്ലേ നമ്മുടെ അഭി ഈ കമ്പനിയിൽ ജോലി ചെയ്തത്. അതിന്റെ വിജയത്തിന്റെ നല്ല ക്രെഡിറ്റ് നമുക്ക് അഭി സാറിന് തന്നെ കൊടുക്കാം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അഭി തന്നെ കേക്ക് കട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഇത് കേട്ടതും അഭിക്ക് അങ്ങ് പുളകും അങ്ങോട്ട് വന്നു കേട്ടോ. പിന്നെ പറയാനുണ്ടോ? അപ്പോഴത്തേക്കും ആദ്യമൊക്കെ ഒരു ഫോർമാലിറ്റിക്ക് ഞാനോ, അപ്പോഴത്തേക്കും മാളവിക പറഞ്ഞു, ഡേവിഡ് സാർ പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ സാറ് മടിക്കുന്നത്, ധൈര്യമായിട്ട് അഭി സാറ് കട്ട് ചെയ്യും. അപ്പോഴത്തേക്കും ഡേവിഡ് പറഞ്ഞു, എന്നാ പിന്നെ ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് ഈ ചടങ്ങ് നിർവഹിക്കുക. നവ്യേ വരൂ, നവ്യ അഭിയും കൂടെ ചേർന്ന് കട്ട് ചെയ്യാം. അയ്യോ വേണ്ട സാറേ, ഞാൻ കട്ട് ചെയ്യുന്നില്ല, എന്റെ ഭർത്താവ് കട്ട് ചെയ്തോട്ടെ. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ അഭിയോ ആണെങ്കിൽ, അയ്യോ നീ കാരണമല്ലേ എനിക്ക് കമ്പനിയിലേക്ക് വരാൻ പറ്റിയത്, അപ്പൊ നീയും കൂടെ വേണം മോളെ, നീയും കൂടെ കൂടെന്ന് പറഞ്ഞുകൊണ്ട് നവ്യയും അഭിയും കൂടെ കട്ട് ചെയ്യാണ്. കേക്കൊക്കെ കട്ട് ചെയ്ത് ഭയങ്കര ആഘോഷമാണ് കേട്ടോ. നമ്മുടെ AM ജ്വല്ലറി ഇപ്പം പൊങ്ങി വന്നല്ലോ, ചവിട്ടി താഴ്ത്തിയിട്ടേക്കുവാണല്ലോ മൂർത്തീസ് ജ്വല്ലറിയുടെ. അപ്പൊ അതിന്റെ ആഘോഷമാണ്, വിഷുവിന്റെ സെയിലിന്റെ ആഘോഷം. കേക്കൊക്കെ കട്ട് ചെയ്ത് അഭിയുടെ വായിലേക്കൊക്കെ വെച്ചു കൊടുത്തിട്ട് നമ്മുടെ നവ്യ മനസ്സിൽ വിചാരിക്കുക, ഇതേപോലെ കീറി മുറിക്കപ്പെട്ട മനസ്സാ എന്റേത്. ഇനിയിപ്പോ ഒരു സത്യം കൂടെ അറിയാനുണ്ട്, അതുകൂടെ എന്റെ കൂട്ടുകാരി പറഞ്ഞാ പിന്നെ ഞാൻ കീറി മുറിക്കാൻ പോകുന്നത് മറ്റു ചിലരെ ആയിരിക്കുന്നു, മനസ്സിലാട്ടോ വിചാരിച്ചത്. അപ്പൊ ഡേവിഡ് ഇങ്ങനെ പറയാ, ഈ വിഷുവിന് മാത്രം പോരാ, അടുത്ത ഓണത്തിന് നമ്മൾ ഇതിലും വലിയ കേക്കാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആരും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. വെറും മധുരം മാത്രം വിളമ്പി നമ്മൾ ഈ സന്തോഷം അവസാനിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ലാഭവിഹിതം തരാൻ വേണ്ടി കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ആ ഒരു രീതിയിൽ തന്നെ ലാഭവിഹിതം തന്നിരിക്കും. മൂർത്തീസ് ജ്വല്ലറി സാധാരണ അങ്ങനെ സ്റ്റാഫുകൾക്ക് ഇൻസെന്റീവ് കൊടുക്കാറൊക്കെ ഉണ്ടല്ലോ, അവർ കൊടുക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും ഞങ്ങൾ ഇനി കൊടുക്കാൻ പോകുന്നത്.
അബി ഇവിടേക്ക് വന്നിട്ട് കുറച്ച് ദിവസമൊക്കെ ആയതേ ഉള്ളെങ്കിലും അബിക്കും അതിന്റെ ഗുണമൊക്കെ കിട്ടും. അതെ, എനിക്കിപ്പോ കിട്ടിയതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ് സാറേ. അതുകൊണ്ട് ഞാൻ വേറൊന്നും പ്രതീക്ഷിക്കുന്നത്, ശരിക്കും ഇവിടെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് മാളവികനെ തന്നെയാ. ഇതുപോലെ നല്ലൊരു ഡിസൈനറെ കിട്ടിയില്ലായിരുന്നെങ്കിൽ നമ്മള് കുറച്ച് കുഴഞ്ഞു പോവേനേലോ. അത് ശരിയാ അബി പറയുന്നത്. അതുകൊണ്ട് മാളവികയ്ക്ക് ഈ മാസം മുതൽ ശമ്പളം വർദ്ധിപ്പിക്കുക, ശമ്പള വർധന ഉണ്ടാകും എന്ന്. നവ്യക്ക് ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ തന്നെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാം, അവളെക്കാൾ കൂടുതൽ എന്റെ കെട്ടിയോന്റെ മനസ്സാണ് നിറഞ്ഞത്. മിക്കവാറും അവള് കൊളുത്തി പിടിച്ച് കാണും എന്റെ കെട്ടിയോന്റെ മനസ്സിൽ. ഈ സമയത്ത് ഡേവിഡ് പറഞ്ഞു, അത് പിന്നെ സാറേ ബാ നമുക്ക് പോകാന്ന് പറയുമ്പോഴത്തേക്കും, അയ്യോ വേണ്ട, എന്നെ ഒരിക്കലും സാറേന്ന് വിളിക്കരുത്, സാറേന്ന് വിളിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നുന്നു പറയുമ്പോൾ, അർഹതയുള്ളവർ സാറേന്ന് വിളിക്കുന്നതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അബീനെ കൂട്ടിക്കൊണ്ട് പോവാ. കാരണം നമ്മുടെ നാഗേന്ദ്രന്റെ മകനാണല്ലോ, അപ്പം ഡേവിഡിന് സാറ് തന്നെയാണല്ലോ. അപ്പൊ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നവ്യ ഉണ്ടല്ലോ എന്തോ രൂക്ഷമായിട്ട് മാളവികനെ നോക്കാം. അപ്പൊ മാളവിക ചോദിച്ചു, എന്തിനാ സീരിയസ് ആയിട്ട് നോക്കുന്നത്? ഞാൻ സീരിയസ് ഒന്നുമല്ല, ഇന്ന് ഞാൻ പറഞ്ഞറിയിക്കാത്ത സന്തോഷമാ എനിക്ക്. അബിയുടെ വരവോടുകൂടി കമ്പനി മെച്ചപ്പെട്ടല്ലോ, അതെന്റെ ഭാഗ്യ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അങ്ങ് പോവുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നാഗേന്ദ്രനും ആവന്തികയും കേക്ക് കട്ട് ചെയ്യുന്നത് കാണുക കേട്ടോ. അബിയാണല്ലോ കട്ട് ചെയ്യുന്നത്. അങ്ങനെ നാഗേന്ദ്രൻ ചോദിക്കുക, എങ്ങനെയുണ്ട് എന്റെ മോന കേക്ക് കട്ട് ചെയ്യുന്നത്, കൊള്ളാമോ? അത് കാണാനൊരു സന്തോഷം ഉണ്ടല്ലേ അച്ഛാ? പിന്നെ സന്തോഷം കാണില്ലേ മോളെ? ഈ സമയത്ത് ഞാനും മോളും ഒക്കെ അവിടെ കാണേണ്ടതായിരുന്നു അവന്റെ ഉയർച്ച. സാരമില്ല, അടുത്ത വർഷം വിഷുവിന് നമ്മൾ എല്ലാവരും ഒന്നിച്ചായിരിക്കും കേക്ക് കട്ട് ചെയ്യുന്നത്. ആണോ? അച്ഛന്റെ ആഗ്രഹം തന്നെ, അത് നടക്കട്ടെ. അപ്പൊ നമ്മൾ പടർന്ന് പന്തലിക്കും. ഈ കേരളത്തിലാകെ മൊത്തം നമ്മുടെ ജ്വല്ലറി മാത്രമായിരിക്കും പേര് കേൾക്കുന്നത്, മൂർത്തീസ് ജ്വല്ലറി എന്ന്. അടച്ചുപൂട്ടിയാലേ അത്ഭുതപ്പെടാനൊന്നുമില്ല, അടച്ചുപൂട്ടി വീട്ടിയിരിക്കും. അത് പിന്നെ മൂർത്തീസ് ജ്വല്ലറി പൂട്ടുന്നതും മുത്തശ്ശൻ മരിക്കുന്നതും ഒരുപോലെ തന്നെയാണ് കേട്ടോ. അങ്ങേര് മരിക്കട്ടെ മോളെ, മരിക്കട്ടെ. എന്തിനാ ജീവിച്ചിരിക്കുന്നത് അങ്ങേരെ? അതിന്റെ ആവശ്യമുണ്ടോ? എന്റെ ജീവിതം കശക്കി എറിഞ്ഞത് അങ്ങേരല്ലേ? അപ്പൊ അങ്ങേര് ജീവിച്ചിരിക്കണ്ട, അങ്ങേര് ചാകണം, തോലയണം എന്നൊക്കെ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് അനന്തപുരി തറവാടാണ് കേട്ടോ. അപ്പൊ അനന്തപുരി തറവാട്ടില് നമ്മുടെ ജയൻ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജയനും അതുപോലെ തന്നെ അനന്തപുരി തറവാടും ആകെപ്പാടെ തകർന്നിരിക്കും. നമ്മുടെ മൂർത്തി ജ്വല്ലറി തകർന്നല്ലോ. അതായത് നമ്മുടെ മൂർത്തി ജ്വല്ലറിക്ക് ഇപ്പം എന്താ പറയുക, വിഷുവിന് നല്ലൊരു ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ദേവയാനി പറയാണ്, ബിസിനസ്സിൽ ഇനിയിപ്പം എന്താകുമെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോ പുറത്തുനിന്ന് ഒരാളെ MD ആയിട്ട് വെച്ച് കഴിഞ്ഞത് സഹിക്കാൻ പറ്റാത്ത കാര്യമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജാനകിയും പറഞ്ഞു, അത് ശരിയാ, ഒരിക്കലും പുറത്തുനിന്ന് ഒരു MD നമുക്ക് വേണ്ടാന്ന്. ഈ സമയത്താണ് ജലജ വരുന്നത്. ജലജ വന്നിട്ട് ഉടനെ നമ്മുടെ അഭിനെ അങ്ങോട്ട് പൊക്കി പറയാണ് കേട്ടോ. അഭി ചെന്നതിൽ പിന്നെയാണ് ആ ജ്വല്ലറി AM ജ്വല്ലറി ഇപ്പം ഈ ഒരു സ്ഥാനത്ത് എത്തി നിൽക്കുന്നതെന്നും അതുപോലെ തന്നെ ഈ വിഷുവിന് ഇത്രയും അധികം അവർക്ക് സെയിൽ നടക്കാൻ കാരണം അഭിയാണെന്നാ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അല്ല അവര് നിങ്ങളെ നിന്നെ വിളിച്ചു പറഞ്ഞോ? നേരിട്ട് പറഞ്ഞില്ല, നബി എന്നെ ഇടയ്ക്ക് വിളിച്ചിരുന്നു, അപ്പൊ അവളാ പറഞ്ഞത്. എന്റെ ജയേട്ടാ, അബിക്ക് അല്പസ്വല്പ കുഴപ്പമൊക്കെ ഉണ്ട്, ഇല്ലാന്ന് ഞാനും പറയുന്നൊന്നുമില്ല. എങ്കിലും അവനെ പോലെ ഭാഗ്യമുള്ള ഒരാളെ നമ്മുടെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാൻ പാടുണ്ടായിരുന്നോ? അതാണല്ലോ ഏറ്റവും വലിയ തെറ്റ് പറ്റിയത് നിങ്ങൾക്ക്. അവൻ കള്ളനായത് കൊണ്ടല്ലേ പുറത്താക്കിയതെന്ന് ജാനകി ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ജലജ പറഞ്ഞു, അല്ല ആ കള്ളനെ പുറത്താക്കിയിട്ട് കമ്പനിയുടെ MD ആക്കിയത് നിന്റെ മകനല്ലേ, എന്നിട്ട് എന്ത് പറ്റി? ആദർശുള്ളപ്പോ ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടില്ലല്ലോ. കഴിഞ്ഞ വിഷുവിനൊക്കെ തല ഉയർത്തി പിടിച്ച മൂർത്തി ജ്വല്ലറി നിന്നിരുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ജയം പറഞ്ഞു, ഇപ്പം നമ്മുടെ ജ്വല്ലറിക്ക് കുറച്ച് തകർച്ച ഉണ്ടായി എന്ന് കരുതി നിന്റെ മകനെ മൂർത്തി ജ്വല്ലറി തിരിച്ചെടുക്കാനൊന്നും പോകുന്നില്ല. അല്ലെങ്കിലും അവനിപ്പോ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത സാലറിയാ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള അബിക്ക് ഇനിയിപ്പൊ നമ്മുടെ ജ്വല്ലറിയിലേക്ക് വരേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മോനും മരുമോൾക്കുവേ ഇപ്പൊ നല്ല സാലറി ഉണ്ടല്ലോ. അങ്ങനെയുള്ളപ്പം നിനക്ക് അവർക്കൊപ്പം പുറത്തൊരു ഫ്ലാറ്റ് ഒക്കെ എടുത്ത് താമസിച്ചൂടെന്ന് ദേവയാനി ആട്ടോ ചോദിച്ചത്. ഇത് കേട്ടതും നമ്മുടെ ജലജയ്ക്കൊരു അസ്വസ്ഥതയായിട്ടോ. അപ്പൊ ദേവയാനി പറഞ്ഞു, വേറൊന്നും അല്ല ചേട്ടാ ഞാൻ ഇതൊക്കെ പറയാൻ കാരണം, മൂർത്തീസ് ജ്വല്ലറിയുടെ ശത്രുക്കളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നടത്തുന്ന സംഭാഷണങ്ങളൊക്കെ AM ജ്വല്ലറിക്ക് ഇവളുടെ മരുമോളും മോനും കൂടെ ചോർത്തി കൊടുക്കുന്നില്ലെന്ന് അറിയാൻ പറ്റുമോ? അപ്പൊ ജയം പറഞ്ഞു, ഇവളുടെ മോനോടും മരുമോളോടും വീട് വിട്ട് അച്ഛൻ പോകാൻ പറഞ്ഞാൽ പോയേ പറ്റത്തുള്ളൂ. അപ്പൊ ജാനകി പറഞ്ഞു, ഏടത്തി പറഞ്ഞതുപോലെ പോയാലും കുഴപ്പമൊന്നുമില്ലല്ലോ, നബി ഇപ്പൊ നന്നായിട്ട് സമ്പാദിക്കുന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ അനി വന്നു കേട്ടോ. അനി വന്നതും ജാനകി പറഞ്ഞു, അത് പിന്നെ മോനെ നിക്ക്, നീ ജോലിയുടെ കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഒന്നും ശ്രദ്ധിക്കാതെ നടക്കുകയാണെന്നാണോ അമ്മ പറയുന്നത്? ഞാൻ പകലില്ലാതെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ടമ്മേ ഞാന്.
അച്ഛനും വലിയച്ഛനൊക്കെ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ടും ജ്വല്ലറി താഴേക്ക് പോവുകയാണെങ്കിൽ ഈ പണിക്ക് ഞാൻ പറ്റിയ ആളല്ല എന്നാണ് അതിന്റെ അർത്ഥം. അവിടെ വേറെ ആളെ കൊണ്ടുവരണം. അതിന് എന്തുകൊണ്ട് യോഗ്യനായ ഒരാളുണ്ടല്ലോ, അയാൾ പുറത്താണല്ലോ. ആദർശേട്ടൻ കമ്പനിയിലേക്ക് വരാതെ കമ്പനി പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരത്തില്ല, എത്തത്തില്ല, അതെനിക്ക് ഉറപ്പാ. അപ്പൊ മുത്തശ്ശൻ വന്നിട്ട് പറഞ്ഞു, അങ്ങനെ തിരിച്ചു വന്നില്ലെങ്കിൽ വരണ്ട. അവൻ വന്നിട്ട് ആ കമ്പനിയെ തിരിച്ചു കൊണ്ടുവരാന് ഇവിടെ ഞാൻ സമ്മതിക്കത്തില്ല. നിന്നെ ഏൽപ്പിച്ച ജോലി നീ നന്നായിട്ട് ചെയ്യും. അല്ലാതെ നിനക്ക് പകരം ആരെ കൊണ്ടുവരണമെന്ന് നീ പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ആരെങ്കിലും കൊണ്ടുവരണമെങ്കിൽ ഞാൻ കൊണ്ടുവന്നോളാം. നീ നിനക്ക് പറഞ്ഞ ജോലി ചെയ്യും, നിനക്ക് കിട്ടിയ ജോലി ചെയ്യും. പിന്നെ നിനക്ക് പകരം വേണമെങ്കിൽ വേറൊരാളെ ഞാൻ കൊണ്ടുവരും, നിനക്ക് ഈ പണി പറ്റത്തില്ലെങ്കിൽ. അപ്പൊ നമ്മുടെ ദേവയാനി പറഞ്ഞു, അല്ല ഇങ്ങനെ ഒരു സാഹചര്യത്തില് എനിക്ക് സഹായത്തിനായി ആദർശ് കൂടുന്നതിൽ തെറ്റുണ്ടോ വച്ചാ? അതില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അവന്റെ ഒരു സഹായവും മൂർത്തി ജ്വല്ലറിക്ക് ആവശ്യമില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ജലജ പറഞ്ഞു, അഭി മാനേജറായ ശേഷം നല്ല വളർച്ച ജ്വല്ലറിക്ക് അച്ഛാ. നിന്റെ മോൻ അവിടെ ജോയിൻ ചെയ്തിട്ട് എത്ര ദിവസമായി? അല്ല, അത് പിന്നെ അവന്റെ ഐശ്വര്യം ഭയങ്കര ഐശ്വര്യ. അവൻ പോയിട്ട് ഒരാഴ്ച ആയോ? ഒരാഴ്ച കൊണ്ട് അവൻ ജ്വല്ലറിനെ വളർത്തിയെങ്കിൽ അവൻ ഇവിടെ ഒന്നും നിൽക്കേണ്ട ആളല്ല. ജ്വല്ലറി ബിസിനസ് നന്നായിട്ട് അറിയുന്ന ഒരാൾക്ക് പോലും ഒരാഴ്ച കൊണ്ട് ഒരു ജ്വല്ലറിനെ വളർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരാഴ്ച പോയിട്ട് ഒരു വർഷം കൊണ്ട് പോലും പറ്റത്തില്ല. പിന്നെ അല്ലേ നിന്റെ മോൻ ചെല്ലുമ്പോഴത്തേക്കും ജ്വല്ലറി അങ്ങോട്ട് വളരുന്നത്. ഓ, ചുമ്മാ ഓരോന്ന് വിളിച്ചു പറയുക. അപ്പൊ നമ്മുടെ മുത്തശ്ശി പറഞ്ഞു, ജ്വല്ലറി മരമാണോ അങ്ങനെ പെട്ടെന്ന് വളരാനായിട്ട്? അല്ല, അവന് ഭാഗ്യം ഉണ്ടെന്നാ ഞാൻ പറഞ്ഞത്. എന്തായാലും ആ ഭാഗ്യം മൂർത്തി ജ്വല്ലറിക്ക് ആവശ്യമില്ല മോളെ ജലജേ. അവന്റെ ഭാഗ്യം മൊത്തത്തിലെ ജ്വല്ലറി അങ്ങ് ഏറ്റെടുത്തോട്ടെ. അതായിരിക്കും നല്ലത്. അല്ല അനി, ഈ വിഷു നമ്മുടെ കൈവിട്ട് പോകുന്നത് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞതാ. അതിനെക്കുറിച്ച് എല്ലാവർക്കും ബോധവും ഉണ്ടായിരുന്നു. ഇത് നിന്റെ കുറ്റമൊന്നും അല്ല. പിന്നെ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വലിയൊരു ലോസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ആ ലോസ് നികത്താൻ കുറച്ച് പാടൊക്കെയാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ് ആ ലോസ് നികത്തി കയറി വരാനൊക്കെ. പക്ഷെ നമുക്കത് നികത്തിയേ പറ്റത്തുള്ളൂ. നിന്റെ മുന്നിൽ ധാരാളം സമയം ഇനിയും ഉണ്ട്. അത് പരമാവധി പ്രയോജനപ്പെടുത്തണം. എങ്ങനെ ആ ലോസ് നികത്തണമെന്ന് നീ തന്നെ തീരുമാനിക്കണം. അടുത്ത വിഷുവിന് വേണ്ടി നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയിരിക്കണം. ഈ ഇറങ്ങിപ്പോയത് നമുക്ക് കയറ്റിക്കൊണ്ട് വരണം. പിന്നെ നീ ഈ ഒരു ലോസ് നികത്തിയില്ലെങ്കിൽ നിന്റെ തീരുമാനത്തിലും അല്ല നിന്റെ കാര്യത്തിലും എനിക്ക് കടുത്തൊരു തീരുമാനം എടുക്കേണ്ടി വരും. അത് മനസ്സിൽ വെച്ചോണം എന്ന് പറഞ്ഞിട്ട് മുത്തച്ഛൻ അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ അഭിയും നമ്മുടെ നവ്യയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ അഭിക്കാണെങ്കിൽ ഡേവിഡിനെ കുറിച്ചൊക്കെ പുകഴ്ത്തി പറയാനേ നേരമുള്ളൂ. കാരണം എന്നെ സാറേ എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. ഇത് നീ അടി എനിക്ക് നേടിത്തന്നത്. എനിക്കിപ്പോ ഒരു അഭിമാനം ഉണ്ടെങ്കിൽ, എന്നെ എല്ലാവരും ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ, ജ്വല്ലറി ഞാൻ എത്തി നിൽപ്പുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ക്രെഡിറ്റും നിനക്കുള്ളതാ. ഞാൻ നിന്നെ അല്ലടി സ്നേഹിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യനെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. കാത്തിരുന്നതിനെ കാണാൻ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വിശേഷവുമായിട്ട് കാണാൻ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.